2026 നിങ്ങൾ ഇതുവരെ പഠിച്ച ഡിജിറ്റൽ മാർക്കറ്റിംഗ് രീതികളൊന്നും ഇനി വർക്കാകില്ല. യെസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കംപ്ലീറ്റ്ലി മാറിക്കഴിഞ്ഞു. ആൻഡ്രോമേഡ അപ്ഡേറ്റിന് ശേഷം സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി. നമ്മൾ ഇതുവരെ പഠിച്ചു വന്ന ഡീറ്റെയിൽ ടാർഗറ്റിംഗും ഓഡിയൻസ് സെഗ്മെൻറ്റും കംപ്ലീറ്റ്ലി മാറിക്കഴിഞ്ഞു. ഡീറ്റെയിൽ ടാർഗറ്റിനേക്കാൾ ഉപരി മെറ്റ ക്രിയേറ്റീവ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റീവ്സ് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിനനുസരിച്ചുള്ള ഓഡിയൻസിന് മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നത്. എന്നാൽ ആൻഡ്രോമേഡയുടെ 2.0 അപ്ഡേറ്റ് പ്രകാരം അതിലും മുന്നോടിയായി മറ്റൊരു ഫീച്ചർ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നല്ലേ? നിങ്ങൾക്ക് ഡീറ്റെയിൽ ടാർഗറ്റിംഗ് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഡിസ്ക്രൈബ് യുവർ ഓഡിയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു ഫീച്ചർ അവിടെ എനേബിൾ ആയി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസിനെ ഒരു പ്രോംപ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ വഴിയോ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നത്, ഇത് ഏത് തരത്തിലുള്ള ആഡ് അക്കൗണ്ട്സിനാണ് ആപ്റ്റ് ആവുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കൺഫ്യൂഷനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റേഴ്സ് ഉള്ളത്. സോ ഇവിടെയാണ് AI ഡ്രിവൺ ഹൈപ്പർ പേഴ്സണലൈസേഷൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകം മൊത്തം AIയിലേക്ക് മാറിക്കഴിഞ്ഞു. അതിൻ്റെതായ മാറ്റങ്ങൾ മെറ്റയ്ക്കകത്തും വന്നു തുടങ്ങി. സോ വൺ ആഡ് ഫോർ ഓൾ എന്ന രീതി മാറി ഓരോ കസ്റ്റമേഴ്സിനും അല്ലെങ്കിൽ ഓരോ ഓഡിയൻസിനും വെവ്വേറെ രീതിയിലുള്ള മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് അതാണ് മെറ്റ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററി, വെബ്സൈറ്റ് ആക്ടിവിറ്റി, പർച്ചേസ് ബിഹേവിയർ, ഇൻട്രസ്റ്റ് ഇതിനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് AI നിങ്ങളെ ഓരോരുത്തരെയും ടാർഗറ്റ് ചെയ്യുന്നതും മാർക്കറ്റിംഗ് ചെയ്യുന്നതും. 2026 അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് ജനറിക് ആഡ്സുകൾ ഇഷ്ടമല്ല. അവർക്ക് അവരുടെ ടേസ്റ്റിനനുസരിച്ച് അവർക്ക് മാച്ചിങ് ആയി വരുന്ന പ്രൊഡക്ട്സോ സർവീസോ വെച്ചുകൊണ്ടുള്ള ആഡുകളാണ് അവർ നോക്കുന്നത്. റെലവൻറ്റ് ഓഫേഴ്സ്, പേഴ്സണൽ എക്സ്പീരിയൻസ്, റിയൽ ടൈം കണ്ടന്റ് എന്നിവയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് പ്രവർത്തിക്കുന്നത്. പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ് കൂടുതൽ സെയിൽസും കൂടുതൽ എൻഗേജ്മെൻറ്റും കൂടുതൽ യൂസർ എക്സ്പീരിയൻസും നല്ലൊരു കൺവേർഷനും നമുക്ക് തരുന്നതോടൊപ്പം മാർക്കറ്റേഴ്സിൻ്റെ കൃത്യമായ ഓഡിയൻസിനെ ഡിഫൈൻ ചെയ്യാനും ഇതൊരു നല്ല പോസിബിൾ ഓപ്പർച്യൂണിറ്റിയാണ്. സിമ്പിളായി പറഞ്ഞാൽ റൈറ്റ് മെസ്സേജ് റൈറ്റ് പേഴ്സൺ അറ്റ് റൈറ്റ് ടൈം, അതാണ് ഹൈപ്പർ പേഴ്സണലൈസേഷൻ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതുപോലത്തെ മാറ്റങ്ങൾ അറിയാത്ത ഡിജിറ്റൽ മാർക്കറ്റേഴ്സും ഇതുവരെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യാത്ത ബിസിനസ് ഓണേഴ്സും 2026 പാടുപെടും. ഇനി നമുക്ക് ആൻഡ്രോമേഡയിലേക്ക് തന്നെ തിരിച്ചു വരാം. ആൻഡ്രോമേഡ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ക്രിയേറ്റീവ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആഡ് ടാർഗറ്റിംഗ് കുറച്ചുകൂടി ഈസി ആക്കുന്ന ഒരു മെത്തേഡാണിത്. ആൻഡ്രോമേഡ അപ്ഡേറ്റിന് ശേഷം ക്രിയേറ്റീവ്സ് പല രീതിയിലും പല തരത്തിലുള്ളതും നമ്മൾ ആഡ് ചെയ്തു. കാരണം ക്രിയേറ്റീവ്സിനാണല്ലോ ഇവിടെ ഇമ്പോർട്ടൻസ്. എന്നിട്ട് കാര്യമുണ്ടായോ? CTR കൂടാം, ക്ലിക്സ് കൂടാം, മേ ബി ലീഡ്സ് കൂടാം, ബട്ട് അതൊരു കൺവേർഷനിലേക്ക് എത്തുന്നുണ്ടോ? അവിടെയാണ് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഇവിടെ മെറ്റ ഫണൽസിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. ക്രിയേറ്റീവ്സിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന കണ്ടന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ലീഡ്സും കൺവേർഷനും കിട്ടുന്നത്. സോ ഇവിടെ ബോട്ടം ഫണൽ ക്രിയേറ്റീവ്സ് അല്ലെങ്കിൽ ബോട്ടം ഫണൽ കണ്ടന്റുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതാണ് കൃത്യമായിട്ടുള്ള ഒരു ലീഡ് ജനറേഷനിലേക്കും അതുവഴി ഒരു കൺവേർഷനിലേക്കും നമ്മളെ എത്തിക്കുക. ഇനി എന്താണ് ഈ ബോട്ടം ഫണൽ കണ്ടൻസ് എന്നായിരിക്കും. അതായത് ഒരു കസ്റ്റമറിൻ്റെ ബൈയിങ് ഫിയർ കുറയ്ക്കുന്ന രീതിയിലുള്ള കണ്ടൻസ്. അതായത് ഒരു കസ്റ്റമർ ഒരു സാധനം വാങ്ങാൻ റെഡിയായി നിൽക്കുകയാണെങ്കിൽ അയാളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിക്കേണ്ട ഒരു ടൈപ്പ് ഓഫ് കണ്ടൻസ് ഉണ്ട്. അതായത് റിവ്യൂസ്, നമ്മുടെ ടെസ്റ്റിമോണിയൽ വീഡിയോസ്, ഫീഡ്ബാക്സ് കൈൻഡ് ഓഫ് കാര്യങ്ങളാണ് അവരുടെ മുമ്പിലേക്ക് എത്തിക്കേണ്ടത്. സോ ഈ ടൈപ്പ് കണ്ടൻസ് വരുമ്പോഴാണ് കസ്റ്റമറിന് ഒരു ബൈയിങ് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ബൈയിങ് ഇൻറ്റൻസിറ്റി ഒന്നുകൂടി കൂടുക. സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്നത് എൻ്റയർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പുതിയ അപ്ഡേഷൻസ് വരുമ്പോൾ പഴയ രീതികൾ പാടെ മറക്കുകയും ചെയ്യരുത്. അതുപോലെ തന്നെ പഴയ രീതിയിൽ മാത്രം നിന്നുകൊണ്ട് ബിസിനസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്യരുത്. നമുക്ക് ഈ രണ്ട് രീതിയും ഒരുമിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ഓർ സ്ട്രാറ്റജി നമ്മൾ ബിൽഡ് ചെയ്യാൻ പാടുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് 2026 നിങ്ങൾ ഇതുവരെ പഠിച്ചു വന്ന മാർക്കറ്റിംഗ് രീതി അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴികളൊന്നും ഇനി വർക്കാവുകയില്ലെന്ന്. സോ ഇതുപോലുള്ള കറക്റ്റായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളും അപ്ഡേഷൻസും കാര്യങ്ങളും അറിയാൻ വേണ്ടി നമ്മുടെ അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തേക്ക്.